ദൈവത്തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസവും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ആത്മീക ദൂതുകൾ പങ്കുവയ്ക്കാൻ ദൈവമായ കർത്താവ് എനിക്ക് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിശേഷിയാൽ ഇത് ഈ ആണ്ടിൻ്റെ അവസാന ദിവസം, ഡിസംബർ മാസം 31 ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാന ദിവസം വരെയും ദൈവമായ കർത്താവ് കരുതിയ, സൂക്ഷിച്ച, പരിപാലിച്ച ഓരോ കാര്യത്തിനും ആലോചന പറഞ്ഞു തന്ന് വീഴാതെ വണ്ണം മറ്റുള്ളവരുടെ നടുവിൽ അനഭിമതരാകാതെ ദൈവത്തിൻ്റെ കൃപയാൽ സസന്തോഷത്തോടെ, ദൈവകൃപയോടെ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പോടെ എല്ലാ വിഷയത്തിലും ഇടപെട്ടും എപ്പോഴും കൂടെയിരുന്നും കൈപിടിച്ച് നടത്തിയ ദൈവത്തിന് ഒത്തിരി സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റുന്നു. കഴിഞ്ഞൊരു വർഷം കൂടെ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ നിങ്ങളോട് എനിക്ക് ലഭിച്ച കൃപയ്ക്ക് തക്കവണ്ണം കൊച്ചു കൊച്ചു ചിന്തകളിലൂടെ ചിലരുടെയെങ്കിലും മനസ്സിൻ്റെ ഭാരം മാറ്റാൻ, ഹൃദയത്തിന് ഉറപ്പ് തരുവാൻ, ദുഃഖങ്ങൾ ഒപ്പിയെടുക്കാൻ, പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ, സത്യം ബോധിപ്പിക്കുവാൻ, നിത്യതയെക്കുറിച്ചൊരു കാഴ്ചപ്പാട് കൊടുക്കാൻ, നിരാശ മാറ്റാൻ, സത്യവചനത്തിൻ്റെ ഘോഷണം കൊണ്ട് ദൈവമായ കർത്താവ് ഇങ്ങനെ ഒരവസരം ഒരു വർഷം കൂടി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിപ്പാനും കരുതാനും കൈത്താങ്ങൾ തരാനും പ്രാർത്ഥിക്കാനും എല്ലാം ദൈവം തന്ന ബന്ധത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു കൊല്ലം കൂടി ഉലയാതെ, തകരാതെ, അകലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മീകമായി എപ്പോഴും കാണുന്നില്ലെങ്കിലും, എല്ലാവരുടെയും മുഖം ഞാൻ കണ്ടിട്ടില്ലെങ്കിലും, ഹൃദയം കൊണ്ട് സ്നേഹിപ്പാനും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാനും, ഒരാവശ്യം പറഞ്ഞാൽ സഹോദരി സഹോദര തുല്യമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയാചന കഴിപ്പാനും, ദൈവം തന്ന സ്വർഗീയ ബന്ധം ലോകം മുഴുവൻ വ്യാപരിച്ച് കിടക്കുന്ന ഈ ആത്മബന്ധത്തിനായി എങ്ങനെ ഞാൻ ദൈവത്തോട് നന്ദി പറയാതിരിക്കും? നിങ്ങളെല്ലാവരെയും ഓർത്ത് സഹോദര തുല്യമായി അടിയനെ സ്നേഹിക്കുന്ന, കരുതുന്ന എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി വർഷാവസാന ദിവസം നന്ദി പറഞ്ഞുകൊണ്ട്, ശുഭത മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ, ചിന്തിക്കാൻ, പുറകോട്ടൊന്ന് നോക്കാൻ, കഴിഞ്ഞൊരു വർഷത്തെ നടത്തിപ്പുകളെക്കുറിച്ച് ഒന്ന് ഗ്രഹിപ്പാൻ ദൈവാത്മാവ് എനിക്ക് തന്ന ദൈവിക ദൂതിലേക്ക് നിങ്ങളെ ആനയിക്കുകയാണ്. വേദപുസ്തകത്തിലെ ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഞാൻ 1, 2, 3 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 10, 11, 12, 13 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആവർത്തനം 32, 10 മുതൽ 13 വരെ ഇതാ വായിക്കുകയാണ്. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ ഞാൻ ചിറക് വിരിച്ച് അവനെ എടുത്തു, തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി, അവനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി. നിലത്തെ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു. പാറയിൽ നിന്നും തേനും തീക്കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു. ഇസ്രായേലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മോശ ഓർപ്പിക്കുകയാണ് അവരെ, പുതുതലമുറയെ ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. എങ്ങനെയാണ് ദൈവം നടത്തിയത് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ സംക്ഷിപ്ത രൂപം ഈ 3-4 വാക്യത്തിനകത്ത് മോശയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ബോധിപ്പിക്കുകയാണ്. നോക്കൂ, അത് തുടങ്ങിയത് ഇങ്ങനെയാണ്: ഞാൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ കണ്ടത്, തുടങ്ങിയത് മരുഭൂമിയിലാണ്, ശൂന്യതയിലാണ്. മരുഭൂമിയിലെ ശൂന്യതയിൽ നിന്ന് തുടങ്ങി. ഇനി അത് തീരുന്നത് 13-ാമത്തെ വാക്യത്തിൽ തീരുന്നത് ഇങ്ങനെയാണ്: അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി. മരുഭൂമിയുടെ ശൂന്യതയിൽ തുടങ്ങിയിട്ട് അവസാനിപ്പിച്ചത്, എത്തിച്ചത് ഭൂമിയുടെ ഉന്നതങ്ങളിലാണ്. വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക്, കഴിഞ്ഞൊരാണ്ടിലേക്ക് എല്ലാ കാര്യങ്ങളും നടന്നോ എന്ന് ചോദിച്ചാൽ നടന്നു കാണില്ല. എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരമായോ എന്ന് ചോദിച്ചാൽ ഉത്തരമായി കാണില്ല. പക്ഷേ പൊതുവിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് നാം വിലയിരുത്തുമ്പോൾ, എൻ്റെ ജീവിതം തുടങ്ങിയത്, എൻ്റെ കഴിഞ്ഞ ആണ്ട് തുടങ്ങിയത് ഈ വായിച്ചതുപോലെ
മരുഭൂമിയിലെ ശൂന്യതയിൽ നിന്ന് തുടങ്ങിയതുപോലെ ഒന്നുമില്ലായ്മയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ, ആരെ കാണണമെന്നറിയാതെ, ആരോട് ചോദിക്കണമെന്നറിയാതെ, കാര്യം എങ്ങനെ നടക്കുമെന്നറിയാതെ ഒരു ശൂന്യതയുടെ അന്തരീക്ഷം, ഒരു മരുഭൂമിയുടെ അന്തരീക്ഷം അവിടെയാണ് തുടങ്ങിയത്. അവിടെ വെച്ചാണ് കൂടിക്കണ്ടത്. ഈ വർഷം പിറന്ന് വീഴുമ്പോൾ എല്ലാം നിറഞ്ഞും തികഞ്ഞും ഇരുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. തികഞ്ഞവനും നിറഞ്ഞവനുമായിരുന്നു ഞാൻ തുടങ്ങിയപ്പോൾ. കഷ്ടവും പ്രയാസവും നിരാശയും കടഭാരവുമായി. ഇന്നിത് തീരുമ്പോൾ ഞാൻ ശൂന്യതയിലാണ് എന്ന് പറയാൻ ആരും ഉണ്ടാകാതിരിക്കട്ടെ നമ്മുടെ കൂടെ. എന്നാൽ തിരിച്ചു പറയുന്നത് ദൈവനാമ മഹത്വത്തിനും നമ്മുടെ അനുഭവമാകട്ടെ. ഞാൻ തുടങ്ങിയത് മരുഭൂമിയിലാണ്. ഞാൻ ദൈവത്തെ കണ്ടെത്തിയത് അല്ല, ദൈവം എന്നെ കണ്ടെത്തിയത് എൻ്റെ ശൂന്യാവസ്ഥയിലാണ്. എൻ്റെ പേഴ്സുമായി എൻ്റെ മനസ്സ് ശൂന്യമായി. എനിക്ക് പ്രതീക്ഷയില്ലാതെ, പ്രത്യാശയില്ലാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ ഞരങ്ങിക്കൂടി ഒതുങ്ങിക്കഴിഞ്ഞ എൻ്റെ മരുഭൂമിയുടെ അവസ്ഥയിലാണ് എൻ്റെ ദൈവം എന്നെ കണ്ടത്. കഴിഞ്ഞ ആണ്ടിൻ്റെ ഈ ആണ്ടിൻ്റെ തുടക്കത്തിൽ സ്വർഗം എന്നെ കണ്ടു എന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ട്? അന്ന് ഞാൻ മരുഭൂമിയിലായിരുന്നു. അന്ന് എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ കാലമായിരുന്നു. എങ്കിലും എൻ്റെ ഭാഗ്യം, ദൈവം എന്നെ കണ്ടു. കാണുക മാത്രമല്ല, ഞാൻ അടിവരയിട്ടിരിക്കുന്ന 2-3 വാക്കുകൾ പറയാം. ഒന്ന്, കണ്ടു. അടുത്ത വാചകത്തിൽ പരിപാലിച്ചു. അടുത്തത് സൂക്ഷിച്ചു. അടുത്തത് അവനെ എടുത്തു. അടുത്തത് അവനെ വഹിച്ചു. അടുത്തത് തനിയെ അവനെ നടത്തി. അടുത്തത് ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി. അപ്പം ദൈവം കഴിഞ്ഞൊരു വർഷം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഒന്ന് പരിശോധിക്കാമോ? എന്നെ കണ്ടു, എന്നെ പരിപാലിച്ചു. എത്രയോ ദിവസങ്ങൾ പരിപാലനം, ദൈവത്തിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠമാണെന്നറിയോ? കർത്താവ് നമ്മെ പരിപാലിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഡിസംബർ മാസം അവസാനം കാണാൻ നമ്മൾ കാണില്ലായിരുന്നു. ദൈവം നമ്മെ പരിപാലിച്ചു, സൂക്ഷിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സൂക്ഷിപ്പുകാരൻ ഏതെങ്കിലും പ്രൈവറ്റ് സെക്യൂരിറ്റി കമ്പനിയല്ല. ഏറ്റവും വലിയ സൂക്ഷിപ്പുകാരൻ സർവശക്തനായ ദൈവമാണ്. കഴിഞ്ഞ 12 മാസങ്ങൾ നമ്മെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും ആയ സ്ഥലത്ത്, ഇപ്പോഴത്തെ കാലഘട്ടം 10-12 ക്ലാസ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ മാതാപിതാക്കളെ വിട്ട് അതിരുകൾക്കപ്പുറം, രാജ്യങ്ങൾക്കപ്പുറം പോകുന്ന കാലമാണ്. പോകുന്ന വഴിക്ക് എന്തെല്ലാം കഥകളും കാര്യങ്ങളുമാണ് നമ്മൾ കേൾക്കുന്നത്. എന്നിട്ടും നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും കഴിഞ്ഞൊരു വർഷം മുഴുവൻ സൂക്ഷിക്കുക മാത്രമല്ല, കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മീതെ പറന്ന് നിന്നിരുന്നു. നമ്മൾ അറിഞ്ഞില്ല. തിരക്കോട് തിരക്കായി ഓടുമ്പോൾ, ഒരുപക്ഷെ കണ്ണ് നിറഞ്ഞ് കരയുമ്പോൾ, ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോൾ നമ്മൾ കാണാതെ സർവശക്തൻ കഴുകൻ തൻ്റെ കൂടിൻ്റെ മീതെ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ചിറക് വിരിച്ച് പറക്കുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിൻ്റെ മീതെ, ഞാൻ വെണ്ണിക്കുളത്തുള്ള എൻ്റെ പാഴ്സനേജിലാണ് താമസിക്കുന്നത്. അതിൻ്റെ ഒരു കൊച്ചു മുറിയിലിരുന്നു കൊണ്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. ഈ കോമ്പൗണ്ടിന് മീതെ, ഞാൻ താമസിക്കുന്ന പാഴ്സനേജിൻ്റെ മീതെ എത്രയോ പ്രാവശ്യം ചിറക് വിരിച്ച് പറക്കുന്ന വലിയ കഴുകനെ പോലെ എൻ്റെ ദൈവം എൻ്റെ ഏകാന്തതകളിൽ, എൻ്റെ വേദനകളിൽ ഞാൻ കണ്ണു നിറഞ്ഞപ്പോൾ, ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ, ഞാൻ ഏങ്ങലടിച്ചപ്പോൾ എത്രയോ പ്രാവശ്യം സ്വർഗത്തിലെ ദൈവം ഞാൻ ഉറങ്ങിയ എൻ്റെ കൊച്ചു വീടിൻ്റെ മുകളിൽ കഴുകൻ ചിറക് വിരിച്ച് പറന്നതുപോലെ പറന്നിട്ടുണ്ട്. നിങ്ങൾ ഓർക്ക്, ദൈവത്തോട് നന്ദി പറ. നമ്മളറിയാതെ നിശബ്ദ രാത്രികളിൽ കഴുകൻ്റെ കുഞ്ഞ് കൂട്ടിലുള്ളത് കൊണ്ട് കഴുകൻ കൂട് വിട്ട് ദൂരെ പോകില്ല. കൂട്ടിനകത്തിരുന്ന് കുഞ്ഞിൻ്റെ കൂടെ എപ്പോഴും ചൂട് കൊടുത്തില്ലെങ്കിലും ആ കൂടിനു മീതെ കണ്ണ്, കഴുകൻ്റെ കൂട്ടിലേക്ക്, കുഞ്ഞുങ്ങളിരിക്കുന്ന കൂട്ടിലേക്ക് കണ്ണ് ഉറ്റുവെച്ചുകൊണ്ട് ചിറക് വിരിച്ച് കൂടിന് മീതെ പറക്കും കഴുകൻ. ഇതുപോലെ നമ്മുടെ ദൈവം കഴിഞ്ഞ ആണ്ടിലെ ഓരോ ദിവസങ്ങളിലും പറന്നു തീർന്നില്ല. അവനെ എടുത്തു, അവനെ വഹിച്ചു, അവനെ നടത്തി. ഏറ്റവും അവസാനം ആ വാക്കത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി. ഞാൻ 10-ാം വാക്യവും 13-ാം വാക്യം കൂടി ചേർത്ത് ഇന്നത്തെ സന്ദേശത്തിന്, ഈ വർഷത്തെ അവസാന ദിവസത്തെ സന്ദേശത്തിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ശൂന്യത മുതൽ ഉന്നതം വരെ. മരുഭൂമിയിലെ ശൂന്യതയിൽ നിന്ന് ഭൂമിയുടെ ഉന്നതത്തിലേക്കുള്ള യാത്ര. അതാണ് ആത്മീക യാത്ര. ശൂന്യതയിൽ നിന്ന് ഉന്നതത്തിലേക്ക്, ഏറ്റവും താഴേക്കടയിൽ നിന്ന് ഏറ്റവും ഉയർന്ന സ്ഥിതിയിലേക്ക്. ദൈവം കണ്ടാൽ, ദൈവം പരിപാലിച്ചാൽ,
ദൈവം സൂക്ഷിച്ചാൽ, ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ വെച്ച് ആ സാന്നിധ്യം നമ്മുടെ മീതെ പറക്കാൻ തുടങ്ങിയാൽ, ദൈവം നമ്മളെ എടുക്കാൻ തുടങ്ങിയാൽ, ദൈവം നമ്മളെ വഹിക്കാൻ തുടങ്ങിയാൽ, ദൈവം നമ്മെ നടത്താൻ തുടങ്ങിയാൽ, ഞാൻ ഉറപ്പിച്ചു പറയാം, ഉന്നതങ്ങളിലേക്ക് 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 നയിക്കപ്പെടും. സ്വർഗത്തിലെ ദൈവം ഈ ഭാഗത്ത് ഉപമിച്ചിരിക്കുന്നത് കോഴിക്കുഞ്ഞിനോടോ കാക്കക്കുഞ്ഞിനോടല്ല, കഴുകൻ കുഞ്ഞിനോടാണ്. കഴുകൻ താഴേക്കല്ല, മുകളിലേക്കാണ്. ഞാൻ രണ്ട് ഭാഗത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പറയട്ടെ. 2023 ഒരുപാട് നമ്മുടെ ചുറ്റി പരിപാലിച്ചു, മീതെ പറന്നു, കാണേണ്ടവണ്ണം നമ്മളെ കണ്ടു, തരേണ്ടതൊക്കെ തന്നു, നടത്തേണ്ടവണ്ണം നടത്തു. അതിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് 2024 കടക്കുന്ന ഈ അതിർവരമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയാം, ഇനിയും ഉന്നതങ്ങളിലേക്ക് എന്നെയും എൻ്റെ മക്കളെയും നയിക്കും. എന്തുകൊണ്ടെന്നാൽ എൻ്റെ മീതെ പറക്കുന്നത് കരിവണ്ടും ദുഷ്ടജന്തുക്കളുമല്ല. കഴുകനെ പോലെ ചിറക് വിരിച്ച് ഉത്തരവാദിത്വ ബോധത്തോടെ എന്നെ വിട്ടകന്നു പോകാതെ, എൻ്റെ കൂടാരവും കുടിലും വിട്ടകന്നു പോകാതെ, ഞാൻ ഇരിക്കുന്നിടത്ത് സാന്നിധ്യം തന്ന് സാന്നിധ്യത്തിൻ്റെ ചിറക് വിരിച്ച് പറക്കുന്ന എൻ്റെ ദൈവമാണ്. ആ ദൈവമാണ് എന്നെ നടത്തുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വാചകങ്ങൾ ഇന്ന് അടിവരയിടുക. കണ്ടു, പരിപാലിച്ചു, സൂക്ഷിച്ചു, എടുത്തു, വഹിച്ചു, തനിയെ നടത്തി, ഉന്നതങ്ങളിൽ വാഹനമേറ്റി, മീതെ പറന്നു. ഈ വക വാക്യങ്ങൾ അടിവരയിട്ടിട്ട് ദൈവസന്നിധിയിൽ നന്ദി പറ. അടുത്ത കൊല്ലവും ഇത് തുടരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞൊരു വർഷം മുഴുവൻ ഈ പറയപ്പെട്ട കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും തന്നതിന് നിങ്ങളെ ഓർത്ത് ഒത്തിരി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കഴിഞ്ഞൊരാണ്ട് കലുഷിതമായിരുന്നു, ദുഃഖസാന്ദ്രമാകാമായിരുന്നു, കൈവിട്ടു പോകാമായിരുന്നു. പക്ഷേ ഞങ്ങളെ വിട്ടകലാതെ ഞങ്ങൾക്ക് മീതെ പറന്ന് നിന്നതിന്, ഞങ്ങളെ നടത്തിയതിന്, ഞങ്ങളെ പരിപാലിച്ചതിന്, ഞങ്ങളെ കണ്ടതിന്, ഞങ്ങളെ മരുഭൂമിയുടെ ശൂന്യതയിൽ നിന്ന് ഭൂമിയുടെ ഉന്നതത്തിലേക്ക് നയിച്ചതിന് ഞങ്ങൾ എത്ര സ്തുതിച്ചാലും മതി വരില്ലപ്പാ. 2023 ഓരോ ദിവസങ്ങൾക്കായി സ്തോത്രം, ഓരോ പരിപാലനങ്ങൾക്കായി സ്തോത്രം, ഓരോ നടത്തിപ്പുകൾക്കായി സ്തോത്രം. എല്ലാവർക്കായി ഞങ്ങൾ ഈ വചനം കേൾക്കുന്ന വലിയൊരു സംഘമുണ്ട്. ഈ മാറയിൽ കോർത്ത എല്ലാ മുത്തുകൾക്കായി സ്തോത്രം. വീണ്ടും അത് തുടരണേ. ഉന്നതങ്ങളിലേക്ക് തന്നെ നയിക്കണേ. ശുശ്രൂഷയുള്ളവരുണ്ട്, ബിസിനസ് നടത്തുന്നവരുണ്ട്, ദൈവമേ കൃഷി ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഫാക്ടറികൾ നടത്തുന്നവരുണ്ട്, കമ്പനികൾ നടത്തുന്നവരുണ്ട്, ശമ്പളം കൊടുക്കുന്നവരുണ്ട്. എല്ലാവരും, എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ പ്രിയപ്പെട്ടവരും, എല്ലാ ശുശ്രൂഷകരും നാഥ ഉന്നതങ്ങളിലേക്ക് തന്നെയാകട്ടെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.